ഹായ് ഫ്രണ്ട്സ് ഡെൽബ്ര തലപൊക്കി താഴെ ഉണ്ടായിരുന്നു. 7 പേർ നോക്കുമായിരുന്നു ഹീറോയിനെ. അങ്ങനെ ജിന്നെടുത്തു. അങ്ങനെ സൈൻ ചെയ്ത് ഹീറോയുടെ ഫ്രണ്ടിനെ ആരമെടുത്ത് നോക്കുമായിരുന്നു. കുറേ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോകാതായിരുന്നു. ഫയൽ ഇതെല്ലാം സർ ഫയൽ ശരി ഓക്കെ എടുത്ത് പോകാമെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിനെ ശ്രദ്ധിക്കുമായിരുന്നു. അവർക്ക് ഹീറോയിനെ കണ്ട് പിടിച്ചിന്. അതെ ഹീറോയിന് ഒരു ഇങ്ങനെ ഫയൽ ജോലി ചെയ്യുമ്പോൾ ഹീറോയിൻ വന്നപ്പോൾ അവർ നോക്കിയായിരുന്നു. ഹീറോയിനെ കണ്ട് പിടിച്ചായിരുന്നു. ശരി ഓക്കെ നോക്കാമെന്ന് പറഞ്ഞ് അവർ മിണ്ടാതെ വരുന്നതായിരുന്നു. അങ്ങനെ നന്നായിട്ട് ചെയ്തായിരുന്നു. നന്നായിട്ട് ജോബ് ചെയ്തായിരുന്നു. ഹീറോയി ജോലിയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ അവർ സൈറ്റ് അടിക്കായിരുന്നു. ഒരു ദിവസം ഹീറോയി ജോലിയായിട്ട് ഫ്രണ്ട്സിനോട് പറയാം മച്ചി ആ എടി ഹീറോയി പറയാൻ തുടങ്ങി എൻ്റെ ചേച്ചിക്ക് മാരേജാണ് എന്ന് പറഞ്ഞു ഹീറോയി ജോലിയിൽ. ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ ചേച്ചിക്ക് മാരേജാ ഹീറോയിൻ മാരേജ് സാർ ലീവ് എൻ്റെ ചേച്ചിക്ക് മാരേജാണെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് വീഡിയോസ് നമ്പർ ഓക്കെ ആയിരുന്നു. ഹീറോയിൻ്റെ ചേച്ചിക്ക് മാരേജ് നന്നായിട്ട് നടന്നു. ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സ് കൂടി ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് നിറയെ പ്രൊപ്പോസ് വന്നാൽ മാത്രമേ അത് ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്യുന്ന ബോയ്സ് സോറി എന്ന് പിറ്റേന്ന് വന്ന് പറയായിരുന്നു. അത് ഒന്നും ഹീറോയ്ക്ക് മനസ്സിലായില്ല. എന്തടി ഹീറോയ്ക്ക് അതിലൊരു ഓഫീസിൽ ജോയിൻ ചെയ്യുമ്പോൾ ഹീറോയിൻ്റെ ഗ്രൂപ്പിൽ ഒരു സീനിയർ ഉണ്ടായിരുന്നു. ആ സീനിയറിന് മേലെ ഹീറോയ്ക്ക് ഒരു കാണണം. അതെ ക്രഷ് ഹീറോ മനസ്സിലായിട്ടില്ല ചെയ്യാൻ. അതെ സീനിയർ പറയായിരുന്നു. അർജുൻ പറഞ്ഞതാണ് സീനിയർ. അർജുൻ പറയാൻ തുടങ്ങി ഗേൾസ് എല്ലാ ജോലി കറക്റ്റ് ചെയ്യണം. ശരി സീനിയർ എന്ന് പറഞ്ഞ് ഹീറോ ജോലി പോയിട്ട് സെറ്റ് അടിക്കായിരുന്നു. ഇത് PTS വേറെ നോക്കായിരുന്നു. ശരി നോക്കിക്കോളെന്ന് പറഞ്ഞ് ഹീറോ ഇത് ചെയ്യായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് PTS മെമ്പർ പെണ്ണ് ചോദിച്ചായിരുന്നു. വീട്ടുകാരോ സാർ അതെങ്ങനെയാണ് നടക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ശരി ഓക്കെ എന്ന് ഹീറോയി വരാതെ എൻഗേജ്മെൻറ്റ് നടന്നു. ഹീറോയ്ക്ക് ശരി മോം എന്ന് പറഞ്ഞ ഹീറോയി ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാണെങ്കിൽ ഹീറോയി ഫ്രണ്ട്സ് കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്യുന്നത്. എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ ഇതാണ് അതേ ഹീറോയിൻ്റെ ചേച്ചിക്ക് കുട്ടി ജനിച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജോലിയായിട്ട് ഫ്രണ്ട്സിനോട് ജോലിയായിട്ട് ഇരുന്നു ഡേയ്സ് പോകാൻ കുട്ടി ഫംഗ്ഷൻ അത് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിനെ ചേച്ചിക്ക് മാരേജ് അത് ഇത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഹീറോയി ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ എൻജോയ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ മാരേജ് ഡേ വന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മോം മാരേജാ നീ മാരേജ് സമ്മതിക്കണം ഞങ്ങൾ കണ്ടു മാരേജ് കഴിക്ക് പറഞ്ഞിട്ട് ഇപ്പം എന്താ മോം അത് പറഞ്ഞേക്ക് ഹീറോയ്ക്ക് മാരേജാണ്. ഹീറോയിന് ഒരുപാട് പോയായിരുന്നു. ഹീറോയിൻ മൺമത്തിലിരുന്നായിരുന്നു. താലി കണ്ണും ചുമ്മിയിരുന്നു കരിയായിരുന്നു. ഹീറോയിന് താലി വരാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഇപ്പോൾ സംശയമായിരുന്നു. ലാസ്റ്റ് താലിയാകുമ്പോൾ ഹീറോയ്ക്ക് സംശയം വന്നു. മീട് നോക്കി ജങ്കുക്കാൻ ഷാക്കായി. ആണല്ലോ 7 പേർ നോക്കി ഷാക്കായി. എന്ത് എന്ന് ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മതിയായി. അന്ന് ഹീറോ ഷാക്കായി നോക്കിയായിരുന്നു. 7 പേർ സ്മർക്ക് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഇടി വീണായി തലയിൽ. ഹീറോയിൻ മാരേജ് എല്ലാം നടന്നു. ഹീറോയിൻ അങ്ങനെ പാല് കൊണ്ടുപോയിരുന്നു. ഹീറോയ്ക്ക് കേൾക്കാതെ പാല് ഇങ്ങനെ നീ എന്നെ മാരേജ് കഴിച്ചതെന്ന് പറഞ്ഞു. പറഞ്ഞു തുടങ്ങി എന്താ മാരേജ് കഴിച്ചതാ അപ്പോൾ നീ വേറെ ലവ് ചെയ്യും അത് മാത്രമല്ല അത് നിങ്ങൾക്ക് അത് മാത്രമല്ല അവനൊക്കെ മാരേജ് ആയി അത് നിനക്കറിയോ എന്ന് കേട്ടായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മാരേജായോ മാരേജായി അവർ ഹസ്ബൻഡ് അവർ വൈഫും അവർക്ക് കാര്യം ബേബിയും ഉണ്ടു. അപ്പം മാരേജ് കഴിച്ച സിംഗിൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ പറഞ്ഞതായിരുന്നു. ഹീറോയിനോട് പറഞ്ഞായിരുന്നു. സീക്രട്ട് മാരേജാണ് ഹീറോയിൻ സീക്രട്ട് എല്ലാവരും സീക്രട്ടാണ്. അപ്പോൾ അവരുടെ മാരേജ് ആയിരുന്നു. ഹീറോയിനോട് ജോലിയായിട്ട് വ്യത്യാസം 7 പേരും ഹീറോയെ കാര്യം ചെയ്തിരുന്നു. ഹീറോയ്ക്ക് ഓക്കെ ഇവരും ഹീറോയ്ക്ക് പിടിക്കുമായിരുന്നു. ഇവരതല്ലേ ചെയ്യൂ ഞാനെങ്ങനെ കരച്ചായിരുന്നു. ഹീറോയിന് സാഡായിരുന്നു. ശരി ഒരു ക്രഷ് മാത്രമാണുള്ളത്. ലവ് ചെയ്തില്ല. ഹീറോമാരെ ലവ് ചെയ്യാണ് ഹീറോയിൻ. അങ്ങനെ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ അവൻ ആ സീനിയർ കണ്ടിക്കുന്നില്ല. സീനിയർക്കൊരു ഡൗട്ട് വന്നായിരുന്നു. ഇവളെ നീ എന്നെ സൈറ്റ് അടിച്ചുകൊണ്ടായിരുന്നു ഇപ്പം എന്നെ നോക്കുന്നില്ല. സീനിയറിൻ്റെ മാസം സീനിയറിനെ സൈറ്റ് അടിക്കുമെന്ന്. ഹീറോയി സീനിയറിനല്ല സൈറ്റ് അത് PTS മെമ്പറിന് സീനിയറിനെ പിടിക്കും അത്രയാണ്. ഹീറോയ്ക്ക് ലവും ഒരു ക്രഷും ഒന്നുമില്ല. ഹീറോയി സൈറ്റ് അടിച്ചതല്ല PTS മെമ്പർ. ഹീറോയി വേണം ചുമ്മാ വന്ന് പറഞ്ഞതാ സീനിയറിനെ നോക്കുന്നത് തീർത്ത്. ഹീറോയി സൈറ്റ് അടിച്ചതുമില്ലായിരുന്നു. സീനിയറെ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ജലസായിരുന്നു. PTS മെമ്പർ നോക്കുന്ന അറിഞ്ഞിട്ട് സൈറ്റ് അടിക്കുമ്പോൾ അടിച്ചത് ഹീറോയി. ഇത് അറിയാതെ മൊണ്ട സീനിയർ ഹീറോയെ വന്ന് സംസാരിക്കുക. സീനിയർ പറഞ്ഞു നീ എന്താ പറഞ്ഞത് എൻ്റെ അത്ര ഒന്നും സംസാരിക്കുക സാർ സീനിയർ എനിക്ക് മാരേജായി സീനിയർ എന്താ നീ പറഞ്ഞു. അതെ സീനിയർ വന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പോൾ ഹീറോ പറഞ്ഞു സോറി സീനിയർ എനിക്ക് മാരേജും സീനിയർ അത് മാത്രമല്ല ഞാൻ ലവ് ചെയ്ത ബോയിനെ കൂടെ മാരേജ് കഴിച്ചത്. എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു അവർ മാത്രം അവരാണ് എന്നെ മാരേജ് കഴിച്ചത് ഹീറോ പറഞ്ഞിരുന്നു.
ഞാൻ ആ സീനിയർ നമ്പേയില്ലായിരുന്നു. സീനിയർ ഇവളെ ഹസ്ബൻഡ് വരുന്ന അതൊന്നും കണ്ടില്ലായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയി വരാൻ പറ്റില്ല. ഹീറോയി വെട്ടിയിട്ടായി. അങ്ങനെ വീട്ടിൽ സംഭവം ഭയങ്കര ക്യാച്ച് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി വന്ന് വരുന്നു. ഹീറോയ്ക്ക് വരാൻ പറ്റില്ല. അവർ അമ്മ വീട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഹീറോയി ഓഫീസിൽ കുറച്ച് നേരം പോയി, പിന്നെ പോയില്ല. ആ സീനിയർക്ക് കൺഫ്യൂസായി, ഇവർ എന്താ വരാതെ എന്ന് സീനിയർ കൺഫ്യൂസായി. ഇപ്പോൾ കുട്ടി ജനിക്കാൻ പോകുന്നു. കുറേ ഡേയ്സ് പോയി. ഹീറോയ്ക്ക് കുട്ടി ജനിച്ചു. 7 ബോയ് ബേബി, ഒരു ഗേൾ ജനിച്ച്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. BTS മെമ്പർ ചിരിച്ച് നോക്കുമായിരുന്നു ഹീറോയി. അത് കണ്ട് BTS മെമ്പേഴ്സ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി ഇപ്പോൾ ഓഫീസ് വരാൻ തുടങ്ങി. സീനിയർക്ക് ഇപ്പോൾ സമാധാനമായി. ഇപ്പോഴാണ് മണി പോകുന്നത്. ഇല്ല സീനിയർ, എനിക്ക് ലീവായിരുന്നു. അതിനായിട്ട് വേറായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ സീനിയർ ഇപ്പോൾ കേട്ടത് എന്താ സീനിയർ കേട്ടത്, നീ ജോബിക്ക് വന്നതാ, റിജക്റ്റ് ചെയ്തായിരുന്നു. ഇല്ല സീനിയർ, ഞാൻ ജോബിക്ക് വന്നതല്ല. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയി വന്നതാണ്. ഹീറോയിൻ്റെ ബേബിക്ക് ഇപ്പോൾ 3 വയസ്സായി. അതുകൊണ്ട് ഇപ്പോൾ വന്നതാണ് ഹീറോയി. അതുകൊണ്ട് സീനിയർക്കൊക്കെ ആയിരുന്നു. ഹീറോയി പറഞ്ഞത് ഞാൻ ജോബിക്ക് വന്നതൊന്നും അല്ല. അങ്ങനെ ഹീറോയി തിരിച്ചിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അകത്ത് പോകുന്നായിരുന്നു. അകത്ത് ടിഫിൻ കൊണ്ടുവന്നു. ടിഫിൻ കൊടുത്തിട്ട് ബായ് എന്ന് പറഞ്ഞ് കുറേ നേരം ഉണ്ടായിരുന്നു റൂമിൻ്റെ അകത്ത്. ഹീറോയി വെളിയിൽ പോയിരുന്നു. ആ BTS മെമ്പർ വന്ന് പറയുമായിരുന്നു എല്ലാ ബോയ്സിനും ഒരു എല്ലാവരോടും പെട്ടു ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാവരും പാർട്ടിക്ക് വന്നായിരുന്നു. ഹീറോയിൻ നല്ല ക്യൂട്ടായിട്ട് എല്ലാ ബേബീസും ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരോടും സോറി ഗേൾസ്, സോറി ഫാൻസ്. അതുപോലത്തല്ല എനിക്ക് കുറേ പ്രപ്പോസ് വരും. അതേ കുറേ ലവ് ലെറ്റർ നിങ്ങൾക്ക് 7 പേർക്കെല്ലാം പ്രപ്പോസ് വരാം. നിങ്ങൾ കോഴ്സല്ല എൻ്റെ പുറകെ നടക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പിടിച്ചെന്നറിയൂ. അതുപോലത്തല്ല ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ പോവാം. ഞങ്ങൾക്ക് 7 പേർക്കും മാരേജായി. ഇതിവിടെ എല്ലാ ഗേൾസും സാഡായിരുന്നു. അതെ ഇപ്പോൾ ബേബീസിനെ പിടിച്ചു. ഇതല്ല ഞങ്ങളെ ബേബീസാണ് എല്ലാവരും. അതെ നോക്കൂ. അതെ നിങ്ങൾ വൈഫ് ഇവളാണ്. എല്ലാവരും ഷോക്കായിരുന്നു. നിങ്ങൾ അതെ ഞങ്ങളെല്ലാവരും ലവ് മാരേജ്. ഇവളെ ഞങ്ങൾ ലവ് ചെയ്തായിരുന്നു. ഇവൾക്ക് ഞങ്ങൾ പിടിക്കുമായിരുന്നു. അതുമാത്രമല്ല ഞങ്ങൾ 7 പേർ ഒരേ പെണ്ണ് മാരേജ് കഴിക്കണം. ഇവൾക്കും ജാതകത്തിലുണ്ടോ എന്ന് പറഞ്ഞു. അതുപോലല്ല ഞങ്ങൾ ലവ് ചെയ്ത് മാരേജ് കഴിച്ചത്. ഞങ്ങൾ ഫാമിലിയിൽ അക്സെപ്റ്റ് ചെയ്തു. അതുമാത്രമല്ല ഞങ്ങൾ ഹാപ്പി ഫാമിലീസാണ് എന്ന് പറഞ്ഞ സീനിയർ നമുക്ക് മറക്കായിരുന്നു. BTS അയ്യോ ഇവരെ വൈഫ് അറിയാതെ ഞങ്ങൾ സൈറ്റ് അടിച്ചല്ലോ. ഹീറോ സ്മൈൽ ചെയ്തായിരുന്നു. ഫാമിലി എൻജോയ് ചെയ്തായിരുന്നു ട്രിപ്പ്. ഇത് ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.